അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് കാണാനും കേൾക്കാനുമുള്ള നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കാനും തിന്മകൾ നമ്മളിലേക്ക് വരുമ്പോൾ അതിനെ തട്ടിമാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ മക്കളും ഭാര്യമാരുമെല്ലാം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നല്ലവരായ എല്ലാ വിശ്വാസികളും അവരവരുടെ കുടുംബങ്ങൾ, അവരുടെ മക്കൾ ഒക്കെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാൻ വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ വീണുപോകുന്ന പല കുടുംബങ്ങളുമുണ്ട്. അതിനെല്ലാം ഓരോ കാരണങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും എല്ലാവിധ മാരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പല കാഴ്ചകളുമുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് സൂഫികളുടെ ദർഗ, അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഓരോ മക്കാമുകൾ. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമൊക്കെയായി ആത്മീയ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ധാരാളം ആളുകളെ നന്മയുടെ പാതയിലേക്ക് ക്ഷണിച്ച ഒരുപാട് മഹാന്മാരുടെ കബറിടങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പേരുള്ളതും പേരില്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി ദർഗകൾ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവരവരുടെ ആചാരമനുസരിച്ച് കൊണ്ടുള്ള പ്രവൃത്തികൾ. ചിലത് ഇസ്ലാം വിരുദ്ധമായ രീതിയിലും അതുപോലെ തന്നെ ചിലത് ഇസ്ലാമിക അനുകൂലമായ രീതിയിലുമൊക്കെ കാണാൻ കഴിയും. എല്ലാവരും മുഹബ്ബത്തിൻ്റെ പുറത്ത് കാട്ടുന്ന ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അത് കച്ചവടമാക്കി മാറ്റുന്ന ചില ആളുകളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെയുള്ള സൂഫി വര്യൻ്റെ ജീവിത ചരിത്രം പഠിക്കുകയും അവർ എന്തിനാണ് ഈ നാട്ടിൽ വന്നത്, എങ്ങനെയാണ് ജീവിച്ചത്, എന്തായിരുന്നു അവരുടെ ജീവിത ഉദ്ദേശം, അവരെ പിൻപറ്റിയിരുന്നത് ആരായിരുന്നു, അവരെങ്ങനെയാണ് മൺമറഞ്ഞത് എന്നൊക്കെയുള്ള കഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ കാണാൻ മാത്രം പോവുക. അവിടെയുള്ള ആളുകളെയും അവർ ചെയ്യുന്ന പ്രവൃത്തികളെയും നോക്കിപ്പോയാൽ നമ്മുടെ മനസ്സിന് പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ തലമുറയിൽപ്പെട്ട അനേകം കുട്ടികളൊക്കെ ഇത്തരം സുഫിവര്യന്മാരെ കുറിച്ച് വളരെ അറിവുള്ളവരൊന്നുമല്ല. രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്ത അറിവ് വെച്ചുകൊണ്ട് ഇത്തരം ദർഗയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ചാഞ്ചാട്ടം സംഭവിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരെക്കുറിച്ച് വ്യക്തമായ രൂപത്തിലുള്ള പഠനങ്ങൾ നടത്താൻ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുണ്ട്. ഏത് മഹാന്റെ കബറിടത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അവരുടെ ചരിത്രം വ്യക്തമായ രൂപത്തിലൊന്ന് പരിശോധിക്കുക. എന്നിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുക. ആ യാത്ര അല്ലാഹു തആല സ്വീകരിക്കും. കാരണം അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു തത്വം നമ്മളിലുണ്ടല്ലോ. അപ്പോൾ അവരിഷ്ടപ്പെട്ടവരാരാണെന്ന് അവരുടെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ധാരാളം സിയാറത്ത് കേന്ദ്രങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെയായി ഞാൻ പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത കാഴ്ചകളും കണ്ടിട്ടുണ്ട്. അതിനെതിരെ അവിടെയുള്ള തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എങ്കിലും ചിലർ അതെല്ലാം തിരുത്തുകയും ചിലർ അത് വീണ്ടും പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകൾ അവരനുഭവിക്കട്ടെ എന്ന് പറയുന്നു. എന്ന് വെച്ചുകൊണ്ട് നാം ഏവരും ഇത്തരം മക്കാമുകളിലേക്ക് പോകുമ്പോൾ അവരെക്കുറിച്ചുള്ള അറിവ് വെച്ചുകൊണ്ട് തന്നെ പോകണം. അവരെക്കുറിച്ച് വ്യക്തമായി അറിയണം. ഏർവാടിയിലേക്കായാലും നാഗൂരിലേക്കായാലും മുത്തുപേട്ടയിലേക്കായാലും അതുപോലെ തന്നെ പ്രസിദ്ധമായ ഏത് ദർഗയിലേക്കായാലും അവരുടെ ജീവിത ചരിത്രം അറിഞ്ഞുകൊണ്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉപദേശം. അറിഞ്ഞു പോകുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവില്ല. ആരെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മൾ അവിടെ നടക്കുന്ന കാഴ്ച കണ്ട് നമ്മുടെ മനസ്സിതാകും. മറിച്ച് അവിടെ കിടക്കുന്നവരെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ
അവിടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് വിഷയമാകില്ല. കാഞ്ഞിരമുറ്റത്ത് കൊടികുത്ത് എന്ന് പറയുന്ന പരിപാടി എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിരിക്കുന്നൊരു കാര്യമാണ്, കൊടികുത്ത് നേർച്ച. അപ്പോഴൊക്കെ ആലോചിക്കും, എന്താണ് ഈ കൊടികുത്ത്? ഒരു കൊടിയെടുത്തിട്ട് കുത്തലാണോ? അങ്ങനെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും അധികം സിയാറത്തിന് പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് കാഞ്ഞിരമുറ്റം. നമ്മുടെ നാടിനോട് വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കാഞ്ഞിരമുറ്റം. അവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരും വരുന്നുണ്ട്, അവരുടെ നിൽപ്പും കാഴ്ചപ്പാടുകളുമൊക്കെ. അതിനിടയിൽ ഇന്നലെ ഞാനൊരു യാത്ര പോയി സിയാറത്തിന് ഊട്ടിയിൽ ടാറ്റ എസ്റ്റേറ്റിനകത്ത്, തേയിലത്തോട്ടത്തിൻ്റെ അകത്ത്. അവരുടെ ആ ഒരു തേയില കമ്പനി ഫാക്ടറിയുടെ ആ എസ്റ്റേറ്റിനുള്ളിലായിട്ടൊരു ദർഗയുണ്ട്. ഒരു മഹാൻ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, അവരുടെ കൂട്ടാളികളുമുണ്ട്. അങ്ങനെ ഇന്നലെ അവിടെ പോയി സിയാറത്ത് ചെയ്തപ്പോൾ ഹിന്ദുക്കളായ കുറേ സഹോദരികൾ അവിടെ വന്നുകൊണ്ട് അവരുടെ നിൽപ്പും അവരുടെ പ്രാർത്ഥനയും അവരുടെ റെസ്പെക്റ്റുമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പലരും ടൂറിസ്റ്റുകളായിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനായി ഊട്ടിയിലേക്ക് എത്തപ്പെടുകയും അവിടെ നല്ല തിരക്കുണ്ടാവുകയും, എങ്കിൽ അതേ സ്ഥലത്തേക്ക് തന്നെ ഞങ്ങളും പോയി ആ ദർഗയിലേക്ക് മാത്രം സിയാറത്തിന് ആ മഹാന്റെ മുമ്പിൽ കുറച്ചു നേരം നിന്നു. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് സിയാറത്ത് ചെയ്തു പോന്നു. എന്താണ് സിയാറത്ത് കൊണ്ടുള്ള ഗുണം? എന്താണ് സിയാറത്ത്? എങ്ങനെയാണ് സിയാറത്ത്? അതെങ്ങനെയാണ് അതിൻ്റെ റൂട്ട്? മഹാന്റെ ഖബറിടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാൻ എങ്ങനെ യാത്ര ചെയ്യണം? സത്യത്തിൽ ഇതൊന്നും അറിയാതെ ഓടിപ്പോകുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അപ്പോൾ പരിഹാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഒരു ദർഗയിൽ നിന്ന് അടുത്ത ദർഗയിലേക്ക്, അതിൽ നിന്ന് മറ്റൊരു ദർഗയിലേക്ക്, അങ്ങനെ എല്ലാ ദർഗയിലേക്കും ഓടി തളരുക എന്നല്ലാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൽ വളരെ അപൂർവമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്? നമ്മുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം അനുസരിച്ച് കൊണ്ട് ഏത് മക്കാമിലേക്കാണ് പോകേണ്ടത്? എവിടെ നിന്നാണ് നമ്മുടെ പ്രശ്നം, ഏത് പ്രശ്നമാണോ പ്രശ്നത്തിന് ഉത്തരം കിട്ടേണ്ടത്? അതിനെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്, എല്ലാവർക്കും ഒരുപോലെയുള്ള കാഴ്ചപ്പാടുകളല്ല. എങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഓരോ സത്യങ്ങളും, ആ സത്യങ്ങൾ എനിക്ക് അനുഭവിച്ചു കിട്ടിയത് ഞാനത് മനസ്സിലാക്കി യാത്ര ചെയ്തത് കൊണ്ട് തന്നെയാണ്. അത്തരം സൂഫികളെ കാണാനും അവരുടെ കൂടെ ഹയാത്തിൽ കുറച്ചു കാലമൊക്കെ സഞ്ചരിക്കാനും കഴിഞ്ഞിട്ടുള്ളവൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് അവരുടെ റൂട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് ദർഗയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്? നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. അല്ലാഹു നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് നമുക്കുള്ള തണൽ. നമ്മൾ കുറേ സമ്പാദിക്കുന്നു, ആ സമ്പാദിക്കുന്ന പണം നമുക്ക് ഉപകാരപ്പെടുന്നില്ല. നമ്മൾ രോഗങ്ങളായിട്ടും മറ്റിതര വിഷയങ്ങളുമൊക്കെ ആയിക്കൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചിലവായി പോയിക്കൊണ്ടിരിക്കുന്നു. പലരും എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാലം, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല എന്നല്ല, ബുദ്ധിമുട്ട് മാറി എന്നല്ല. പക്ഷെ ഓരോ ബുദ്ധിമുട്ടിലും നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പരിഹാരങ്ങളില്ലാതെ ആയി പോകുമ്പോഴാണ് നമ്മൾ ലോക്കായി പോകുന്നത്. പ്രയാസങ്ങൾ വരും, അതിനെ തരണം ചെയ്ത് കടന്നു പോകാനുള്ള മറുവശം കൂടി നമുക്ക് തുറന്നു കിട്ടണം. ആ മറുവശം ചിലപ്പോൾ തുറക്കപ്പെടാറില്ല. അത്തരക്കാരാണ് ആത്മഹത്യയിലേക്കും തീവണ്ടിക്ക് തലവെച്ചു പലതരത്തിലൊക്കെ ഉള്ള മരണങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുന്നത്. അത്തരം മരണങ്ങളൊന്നും പെടാതിരിക്കാൻ ശരിയായ രീതിയിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാൻ ഏത് തരത്തിലാണ് നമ്മൾ പോകേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത്, ആരോടാണ് പറയേണ്ടത് എന്നൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അല്ലാഹു അത് കേൾക്കാനും മനസ്സിലാക്കാനും ക്ഷമയോടുകൂടി അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെയുള്ള മനസ്സ് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. വിമർശനങ്ങൾ വേണ്ട, സ്നേഹം മതി. അസ്സലാമു അലൈക്കും.